സമയം ഉച്ചയായില്ലേ, കഴിച്ചാലോ? കഴിക്കാം അല്ലേ, കഴിച്ചിട്ടാവും ബാക്കി. നമുക്ക് നല്ല ഫുഡ് എവിടെയാ? ആ ചേട്ടനോട് ചോദിക്കാം അല്ലേ. ചേട്ടാ ഇവിടെ നല്ല ഫുഡ്. ചേച്ചി ഇവിടെ ഫുഡ് ചേച്ചി ഇവിടെ ആ നേരെ കാണുന്ന റെസ്റ്റോറൻ്റ് ആണ്. അത് ആക്ച്വലി കുടുംബശ്രീ സ്ത്രീകൾ നടത്തുന്ന ഫുഡ് റെസ്റ്റോറൻ്റ് ആണ്. കഫേ റെസ്റ്റോറൻ്റ് വരും. അവിടെ അത്യാവശ്യം നല്ല ഫുഡാണ്, റേറ്റും കുറവാണ്, നല്ല ഫുഡ്. അമ്മമാർ നടത്തുന്ന റെസ്റ്റോറൻ്റാണ്. ശരി താങ്ക്സ് ചേട്ടാ, താങ്ക്സ്. ഹായ് ഹലോ നമസ്കാരം. ഇന്നത്തെ നാട്ടുവണ്ടി വോട്ട് യാത്ര എത്തി നിൽക്കുന്നത് പത്തനംതിട്ടയിലെ കുടുംബശ്രീ പ്രീമിയം കഫേയിലാണ്. അപ്പോൾ ഇവിടെയുള്ള ഭക്ഷണ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ കാഴ്ചകൾ. രുചിയുടെ കാര്യത്തിൽ ഒരു തരി പോലും കോംപ്രമൈസ് ചെയ്യാത്ത വിഭവങ്ങളാണ് ഈ പ്ലേറ്റിൽ എനിക്ക് മുൻപിൽ കിട്ടിയത്. എല്ലാം കഴിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സാധാരണ വീട് വിട്ടു നിൽക്കുന്നവർക്ക് എപ്പോഴും മിസ്സാവുന്നതാണ് അമ്മയുടെ കൈകൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ രുചി. അങ്ങനെ മിസ്സാവുന്നവർക്ക് തീർച്ചയായും ഇവിടെ വരാം, ഈ കുടുംബശ്രീ കഫേയിൽ. ഇങ്ങനെ പോകുന്നു നമ്മുടെ കഫേ. നല്ല രീതിയിൽ പോകുന്നുണ്ട്. നല്ലൊരിതാണ്, നല്ല പ്രോജക്റ്റാണ്. 8 പേര് ചേർന്ന് നല്ല ഹാപ്പി ആയിട്ട് പോകുന്നു. അതിന് ഞങ്ങൾക്ക് ജില്ലാ മിഷനിൽ നിന്നും നല്ല സപ്പോർട്ടുണ്ട്. മുനിസിപ്പാലിറ്റിയുമായിട്ടാണേലും പിന്നെ ചെയർമാനാണേലും നല്ല സപ്പോർട്ടാണ്. ഞാൻ ആദ്യമായിട്ട് ഇന്ന് കുറേ പേര് വന്ന് കഴിച്ചിട്ട് പറഞ്ഞു ഇവിടെ കുടുംബശ്രീ നല്ല ഫുഡ് കൊടുക്കുന്നുണ്ട്. അത് കേട്ടാൽ ഞാൻ വന്നേ. പക്ഷേ തൃപ്തിയായി, നല്ല ഫുഡാണ്. നല്ല ഫുഡാണ്, നല്ല ടേസ്റ്റാണ്. കഴിച്ചത് ഞാൻ ഊണാണ് കഴിച്ചത്. നല്ല ഫുഡാണ്, നല്ല ഫുഡും അതിലുപരി നല്ല പെരുമാറ്റം, നല്ല സ്റ്റാഫ്, നല്ല സർവീസ്, ഗുഡ്. ആദ്യമായിട്ടാണ്. നല്ല ഫുഡാണ്, ടേസ്റ്റ് ഉണ്ട്, കുറേ വ്യൂകളൊക്കെ ഉണ്ട്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നല്ല ഫുഡാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് വന്നത്. ഒരു നല്ല കസ്റ്റമേഴ്സിന് ഇടപെടാൻ നല്ല രീതിയാണ്. പിന്നെ നല്ല വൃത്തിയൊക്കെ ഉണ്ട്. അങ്ങനെ നല്ലതായിരിക്കും. ഫുഡ് കൊള്ളാം. ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത്. ഫുഡ് നല്ല ഫുഡാണ്. മീൽസും ബിരിയാണിയും കഴിച്ചു, രണ്ടും നല്ലതായിരുന്നു. നല്ലതായിരുന്നു. നമ്മൾ വന്നപ്പോൾ തന്നെ ചേച്ചിമാരൊക്കെ നല്ല ചിരിച്ചാണ് നമ്മളെ വെൽക്കം ചെയ്യണേ. പിന്നെ നല്ല ഫുഡാണ്, നമ്മളെ വീട്ടിൽ കഴിക്കുന്ന പോലെ. ഊണാണോ കഴിച്ചത്? പായസം വായ നിറയെ കഴിച്ചിട്ട് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല അവന്. അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടോ പായസം? ഇഷ്ടപ്പെട്ടോ? എന്ത് പായസം കഴിക്കുന്നേ? അടപ്രഥമൻ. ഇഷ്ടായി? ആ സന്തോഷം അവന്റെ മുഖത്ത് തന്നെ ഉണ്ട്. ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടുത്തെ? നല്ല ഊണാണ്. എന്നെ ഏറ്റവും അട്രാക്ട് ചെയ്തത് ഇവിടുത്തെ ഒരു ഹൈജീനിറ്റി തന്നെയാണ്. അത്രയും വൃത്തിയായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ വീടുകളിൽ പോകുന്ന സമയത്ത് അമ്മമാർ നമ്മളുടെ അടുക്കള സൂക്ഷിച്ച് വെക്കുന്ന അതേ വൃത്തിയിലാണ് ഇവിടെ ചേച്ചിമാരൊക്കെ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. നമ്മളിവിടെ 8 സംരംഭകർ ചേർന്ന ഒരു സംരംഭമാണ്. ഓരോ ദിവസം ലഞ്ചിന് ഓരോ മെനു ആണ്. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഇപ്പോൾ റീസെൻ്റ്ലി തുടങ്ങിയ മുതൽ അതുപോലെ തന്നെ ചെയ്യുന്നത്. ഓരോ ഇടയ്ക്ക് ദിവസങ്ങളിൽ മാത്രം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിലെ മെനു ചേഞ്ച് ചെയ്യുന്നു. നമുക്കിത് മുന്നോട്ട് വിജയിപ്പിച്ച് കൊണ്ടുപോകാനാണ് നമ്മുടേതായ രീതിയിൽ വീട്ടിലെ അമ്മമാർ ചെയ്ത് നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന പോലെ നമുക്ക് ഇവിടെ എല്ലാവർക്കും കൊടുക്കണമെന്നുള്ള ആഗ്രഹമാണ്. ഞങ്ങളെല്ലാവരും കൂടി 28-30ഓളം സർവീസ് സ്റ്റാഫുകളും ക്ലീനിങ് സ്റ്റാഫ്, സംരംഭകർ, ഏജൻസി, ഇതെല്ലാം കൂടെ 10-30ഓളം പേര് ഇതിനകത്ത് ജോലി ചെയ്യുന്നുണ്ട്. ഒരു വർഷത്തേക്ക് ചെയർമാൻ ഞങ്ങൾക്ക് വാടക കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു സന്തോഷമാണ്. കാരണം ഞങ്ങൾ ഇതിലോട്ട് ഇറങ്ങി, ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. ഇവിടെ വന്നു നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കണം. നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഞങ്ങൾ ഭക്ഷണം ഇവിടെ പാചകം ചെയ്തുകൊണ്ട് നമ്മുടെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുവാനും എല്ലാം ഞങ്ങളെല്ലാവരും ശ്രമിക്കുന്നുണ്ട്. ഇതുവരെയൊക്കെ അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇനിയും ഞങ്ങൾ അത് സന്തോഷത്തോടെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകും. ഇപ്പോൾ ഈ പ്രസ്ഥാനം അത്യാവശ്യം നല്ല രീതിയിൽ മേക്ക് ഓവർ ചെയ്ത് പോകുന്നുണ്ട്. നന്നായി വരട്ടെ എന്ന് നമുക്കും അവരോടൊപ്പം പ്രാർത്ഥിച്ച് അവരോടെ പങ്കുചേർന്ന് പോവാം. വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു. ഇതാ നസീമത്താൻ്റെ മനസ്സ് നിറയുന്ന സ്നേഹവും ഏറ്റുവാങ്ങിക്കൊണ്ട് നാട്ടുവണ്ടി ഒരു വോട്ട് യാത്ര ഇവിടെ നിന്നും മടങ്ങുകയാണ്. നസീമത്ത, കാണാം.